ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും വാട്സപ്പിനകത്ത് കാത്തിരുന്ന യൂസർ നെയിം എന്ന് പറയുന്ന ഫീച്ചർ ഇപ്പോൾ ആ വാട്സപ്പിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്ലേ സ്റ്റോറിനകത്ത് പോയിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണ് യൂസർ നെയിം, യൂസർ നെയിം കൊണ്ട് എന്താണ് നമുക്ക് ഉപകാരം, ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ യൂസർ നെയിം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൈവസിയാണ്. അതായത് നമ്മുടെ നമ്പർ കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇനി മുതൽ യൂസർ നെയിം കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പേരിൽ തന്നെ യൂസർ നെയിമുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും നമുക്ക് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. മലയാളം, തമിഴ്, ഹിന്ദി പോലെയുള്ള ലാംഗ്വേജുകൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതിൽ പ്രധാനമായിട്ടും വാട്സപ്പ് ഉദ്ദേശിക്കുന്നത് വേൾഡിൽ എല്ലാവർക്കും സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു യൂസർ നെയിം ആയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലേക്ക് ഇത് മാറ്റിയിട്ടുള്ളത്. മറ്റൊരു ലാംഗ്വേജ് ഇതിനകത്ത് അവൈലബിൾ അല്ല. പിന്നെ ഇതിൽ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂസർ നെയിം കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ പേരിലുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു പേര് പിന്നീട് അടിക്കാൻ വേണ്ടി സാധിക്കില്ല. അതിനുശേഷം നമ്മൾ ഡോട്ട് കൊടുക്കും, അതുപോലെ തന്നെ നമ്പറുകൾ കൊടുക്കും, അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലുമൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമായിരിക്കും നമ്മുടെ പേരിലുള്ള ആ ഒരു യൂസർ നെയിം നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് വാട്സപ്പിനകത്തും നമ്മുടെ പേരിൽ ആരെങ്കിലും യൂസർ നെയിം എടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു പേരിൽ, ആ ഒരു കറക്റ്റ് പേരിൽ നമുക്ക് കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ട് വേണം നമുക്ക് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അപ്പോൾ തന്നെ നമ്മൾ മറ്റാർക്കെങ്കിലും അയച്ചു കൊടുത്തുകൊണ്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു നമ്പറിൽ നിന്ന് നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഈ ഒരു യൂസർ നെയിം വാട്സപ്പ് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും പിന്നീട് നമുക്ക് ചാറ്റിംഗ് ഓപ്ഷനുകൾ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വാട്സപ്പിൽ തന്നെ അത് അക്സെപ്റ്റ് ആയി എങ്കിൽ നമുക്ക് വാട്സപ്പിൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ നമ്പർ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ, അതായത് നമ്മൾ സെർച്ച് ബാറിൽ നമ്പർ സെർച്ച് ചെയ്തുകൊണ്ടാണ് സാധാരണ നമ്മൾ ചാറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നമ്പർ കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ സെർച്ച് ബാറിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതും സെയിം തന്നെയാണ്. നമ്മുടെ യൂസർ നെയിം നമ്മൾ മുകളിൽ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, വാട്സപ്പിനകത്ത് നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി യൂസർ നെയിം ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അറ്റ് ദ റേറ്റ് കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്പർ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ യൂസർ നെയിം കൊടുക്കുന്നതിൻ്റെ മുന്നേ ആയിക്കൊണ്ട് അറ്റ് ദ റേറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും, വീഡിയോ കോളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ നമുക്ക് ഗ്രൂപ്പുകളിലേക്ക് യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതിന് നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ ഈ യൂസർ നെയിം എന്ന് പറയുന്ന സംഭവം നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ യൂസർ നെയിമുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനൊക്കെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നമ്മൾ യൂസർ നെയിം ഡിലീറ്റ് ചെയ്ത് പുതിയൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ മുന്നേ ഉപയോഗിച്ചിരുന്ന ആ ഒരു യൂസർ നെയിം മറ്റാർക്കെങ്കിലും ലഭിക്കും. പിന്നീട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ യൂസർ നെയിം ആയിരിക്കും പിന്നീട് നമുക്ക് ലഭിക്കുന്നത്. ആ പഴയ യൂസർ നെയിമിലേക്ക് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു യൂസർ നെയിം മറ്റാരെങ്കിലും എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു യൂസർ നെയിം ലഭിക്കില്ല. അപ്പോൾ നമുക്ക് വാട്സപ്പിനകത്ത് ഈ ഒരു ഓപ്ഷൻ എവിടെയാണുള്ളത്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനായിട്ട് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സെറ്റിങ്സ് എടുക്കാം. ഇവിടെ നമ്മൾ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് യൂസർ നെയിം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം തന്നെ മതിയെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് വേറെ യൂസർ നെയിം ആണ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് എങ്കിൽ അതിനായിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് യൂസർ നെയിം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. മറ്റ് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അതും കാണാൻ വേണ്ടി സാധിക്കും. സി ഓൾ എന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് അക്കൗണ്ടുകൾ കൂടെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിമുകൾ എടുക്കാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ എൻ്റെ തന്നെ നെയിം ഇവിടെ യൂസ് മുത്തു ഷിഹ എന്ന് പറയുന്ന ഈ ഒരു പേര് തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്, ഡണ്ണ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ യൂസർ നെയിം ഇത് അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു യൂസർ നെയിം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, നമുക്കിത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിമുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരിലുള്ള യൂസർ നെയിം ആഡ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ മറ്റാരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് കുത്തും കോമയൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കും യൂസർ നെയിം ആഡ് ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്കിപ്പോൾ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ യൂസർ നെയിം ഉപയോഗിച്ചുകൊണ്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. ഏതായാലും അടുത്ത അപ്ഡേഷനുകളിലൊക്കെ ഈ ഒരു ഓപ്ഷൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമുക്ക് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനുള്ള ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അടുത്ത് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ ചാറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇവിടെ മുകളിൽ സെർച്ച് ചെയ്യുന്ന നമ്പർ സെർച്ച് ചെയ്യുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ അറ്റെന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ആരുടെ പേരാണോ ആ ഒരു പേര് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാവും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.
ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.